എല്ലാവർക്കും നമസ്കാരം. ഒരു കേന്ദ്ര സർക്കാർ ജോലി സ്വപ്നം കണ്ട് നടക്കുന്നവർക്ക് മുന്നിലേക്ക് നമ്മുടെ ഏറ്റവും പുതിയൊരു റിക്രൂട്ട്മെന്റ് ന്യൂസുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. FCA റിക്രൂട്ട്മെന്റ് 2026 ഒരുപാട് പേര് ഒത്തിരി നാള് കൊണ്ട് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് FCAയുടെ പുതിയ കുറച്ച് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഉടനെ തന്നെ ഏകദേശം 1-2 മാസത്തിനുള്ളിൽ വിളിക്കാൻ പോകുന്ന ഒരു റിക്രൂട്ട്മെന്റ് ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ കുറച്ച് പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുകയാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാനായിട്ട് പോവുകയാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം, എത്ര വേക്കൻസീസ് ആണുള്ളത്, ഏജ് ലിമിറ്റ് എത്രയാണ്, ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു കേന്ദ്ര സർക്കാർ ജോലി നിങ്ങൾ സ്വപ്നം കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ എൻഡ് വരെ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് FCA എന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് അല്ലെ. അപ്പൊ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വിളിക്കാനായിട്ട് പോകുന്ന കുറച്ച് തസ്തികകളിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. വളരെ അടുത്ത് തന്നെ, അതായത് എന്താ പറയുന്നത്, 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. മാക്സിമം പോയാൽ 2 മാസം, അതിനപ്പുറം പോവില്ല. അപ്പൊ 2 മാസത്തിനുള്ളിൽ തന്നെ FCAയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇനി നോക്കുകയാണെങ്കിൽ കാറ്റഗറി 1, 2, 3, 4 അതായത് നമ്മുടെ കാറ്റഗറി ക്ലാസ് പോസ്റ്റുകൾ വിളിക്കുന്നത് കാറ്റഗറി 1, 2, 3, 4 എന്താ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 പോസ്റ്റുകളിലേക്കാണ് വിളിക്കുന്നത്. ഇനി മൊത്തം വേക്കൻസി നോക്കുകയാണെങ്കിൽ 33,566 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു നമ്പർ കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനു മുന്നേ നമ്മുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റുകളിലേക്കാണ് ഇതുപോലെ എന്ത് ചെയ്യുന്നത്, ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് 33,000-ഓളം പോസ്റ്റുകളാണ്, വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തവണ നമ്മുടെ FCAയുടെ നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, 33,566. ഇനി ഓരോ സ്റ്റേജ് വൈഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിപ്പോൾ കേരളത്തിലാണ് എടുത്ത് നോക്കുകയാണെങ്കിൽ കേരളത്തിലും ഏകദേശം 6,500-ന് മുകളിൽ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ എക്സാമിന്റെ ഈ ഒരു സെലക്ഷൻ പ്രോസസ്, എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ CGL ലെവലിലുള്ള ഒരു എക്സാം ആയിരിക്കും. ഏകദേശം അതിന്റെ ഒരു സിലബസ് തന്നെയാണ്. CGL ലെവലായിട്ടുള്ള എക്സാം ആയിരിക്കും. നമ്മൾ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുക, ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എക്സാം നടക്കുന്നതും ഓൺലൈൻ ആയിട്ടാണ്. ആദ്യം നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, ഒരു റിട്ടേൺ എക്സാം ഉണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ജയിക്കുന്ന കുട്ടികൾ, കട്ട് ഓഫ് കടക്കുന്ന കുട്ടികൾക്ക് ഒരു ഇന്റർവ്യൂ കാണും. അപ്പൊ ഈ 2 പ്രോസസ്സാണ് സെലക്ഷൻ പ്രോസസ് ആയിട്ട് വരുന്നത്. ഏകദേശം 70,000-ന് മുകളിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാനായിട്ട് പോകുന്ന ആ ഒരു സാലറി എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് നോക്കേണ്ടത് ഗ്രേഡ് 2, ഗ്രേഡ് 3 തസ്തികകൾ തന്നെയാണ്. ഗ്രേഡ് 2ലേക്ക് നോക്കുമ്പോൾ ഏകദേശം 6,221 വേക്കൻസികളാണ് ഇതുവരെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്രേഡ് 3 ആണെങ്കിൽ 27,345 വേക്കൻസി. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ നോക്കേണ്ട പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 3 അല്ലെങ്കിൽ കാറ്റഗറി 3 തന്നെയാണ്. അപ്പൊ ഇതിനെപ്പറ്റി നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് 3 പോസ്റ്റുകളിൽ വരുന്ന കുറച്ച് ജോബ്സ് ഏതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പോസ്റ്റുകളുണ്ട്, അക്കൗണ്ട്സ് പോസ്റ്റുകളുണ്ട്, ദെൻ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. അപ്പൊ ജനറൽ പോസ്റ്റുകളുണ്ട്, സാധാരണ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് ഈ ജനറലിനകത്ത് വരുന്നത് കേട്ടോ. ഇനി അക്കൗണ്ട്സ് പോസ്റ്റുകളുണ്ട്, ദെൻ ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. 27,345 വേക്കൻസികളാണ് വരുന്നത്. നല്ല പേ സ്കെയിൽ വരുന്ന കുറച്ച് പോസ്റ്റുകൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീസിന്റെ കാര്യം, നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ആദ്യം ആപ്ലിക്കേഷൻ ഫീസ് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെ വളരെ എന്താണ് തുച്ഛമായ ഒരു തുക തന്നെയാണ്. 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്. കാറ്റഗറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക്, OBCക്ക്, EWS UR കാറ്റഗറിക്ക്, നമ്മുടെ OBC കാറ്റഗറിക്ക്, EWS കാറ്റഗറിക്ക് മാത്രമാണ് ഫീസ് വരുന്നത്. 800 rupees ആണ് ഈ ഒരു കാറ്റഗറി പെട്ടവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് കേട്ടോ. ഇനി SC, ST, PWD ഫീമെയിൽസ്, പെൺകുട്ടികൾക്കൊന്നും ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. SC, ST, PWD ഫീമെയിൽസിന് പേയ്മെന്റ് ഇല്ല, അതായത് ആപ്ലിക്കേഷൻ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ആ ഒരു ഏജ് ലിമിറ്റ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഒരു ഗ്രാജുവേഷൻ ഉള്ള ചില പോസ്റ്റുകൾക്കൊക്കെ ആ ഒരു എന്താ പറയുന്നത്, ഇന്ന സ്ട്രീം പഠിക്കുന്നത്, അതായത് അഗ്രികൾച്ചർ പഠിച്ച കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറെ പോസ്റ്റുകളൊക്കെ ഉണ്ട്. കോമൺ ആയിട്ട് ജനറൽ പോസ്റ്റുകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രിയിൽ 60% മാർക്ക് ഉണ്ടെങ്കിൽ, 60%, അതായത് നിങ്ങളുടെ ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഏകദേശം 60% മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഒരു റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ 60% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് FCAയുടെ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം നോക്കണം. ഇനി
ഇതിലെ ചില പോസ്റ്റുകളൊക്കെ അഗ്രികൾച്ചർ പഠിച്ച കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറെ പോസ്റ്റുകളുണ്ട്. അപ്പൊ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കും. ഇനി മാനേജർ പോസ്റ്റുകളിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 28 വയസ്സാണ് സാധാരണയായിട്ട് വരുന്ന മാക്സിമം ഒരു ഏജ് എന്ന് പറയുന്നത്. ഇനി മാനേജർ ഹിന്ദി ആ ഒരു സ്ട്രീം പഠിച്ചവർക്ക്, അതായത് ഗ്രാജുവേഷൻ ഹിന്ദി ഉള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പോസ്റ്റുകളുണ്ട്. അതാണെങ്കിൽ 35 വയസ്സ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബാക്കി ഓരോ കാറ്റഗറി ബേസ്ഡ് ആയിട്ട്, ഇപ്പൊ ജനറൽ കാറ്റഗറി പറ്റി ഞാൻ കോമൺ ആയിട്ട് പറയണേ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഓരോ കാറ്റഗറി ബേസ്ഡ് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇപ്പൊ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 28 വയസ്സ് വരെയാണ്, 28 വയസ്സ് വരെയുള്ള ഡിഗ്രിക്ക് 60% മാർക്കുള്ള എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു FCA റിക്രൂട്ട്മെന്റുമായിട്ട് നിലവിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും, അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അത്യാവശ്യം ഒത്തിരി പോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇനി സിലബസിന്റെ കേസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ CGLന്റെ അതേ സിലബസ് തന്നെയാണ്. റീസണിങ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്, ജനറൽ സയൻസ് ഉണ്ട്. ഇത്രയും 4 ടോപ്പിക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. മാർക്കിംഗ് സ്കീം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതായത് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, 60 മിനിറ്റ് ആയിരിക്കും എക്സാം നടക്കുന്നത്. 1/4 നെഗറ്റീവ് മാർക്കിന് നിങ്ങളുടെ മാർക്കിന്റെ 1/4 ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ റീസെന്റ് ആയിട്ട് വരാൻ പോകുന്ന FCA റിക്രൂട്ട്മെന്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒട്ടനെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ ഇതിന് വേണ്ടി പഠിക്കുക. നമ്മുടെ CGLന്റെ അതേ സിലബസ് തന്നെയാണ്, അതേ വരുന്ന ക്വസ്റ്റ്യൻ മോഡലിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി FCA റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ട് പഠിക്കാമെന്നുള്ള ആ ഒരു ഇത് മാറ്റിവെക്കുക. ഒരുപാട് പേര് ഇപ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോടൊപ്പം നമ്മൾ മത്സരിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മത്സരിക്കാനായിട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ജോബ് കരസ്ഥമാക്കാനായിട്ട് നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ ഏറ്റവും പുതിയൊരു ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ FCAയുടെ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ കയറണമെങ്കിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 8281223366 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം കാണും, ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു വർഷത്തിനുള്ള ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് കയറണം. അതായിരിക്കണം ലക്ഷ്യം. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം കിട്ടുന്ന 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ള മൈൻഡ് സെറ്റ് ഒക്കെ മാറ്റി വെക്കുക. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ ആരും തന്നെ അത് മിസ്സാക്കാതിരിക്കണം കേട്ടോ.